ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യക്കാർക്ക് മൊത്തം അഭിമാനിക്കാവുന്ന ഒന്നായിരുന്നു. ശത്രുക്കളുടെ ഏതാണ്ട് 9 കേന്ദ്രങ്ങളിൽ അവരെ മാത്രം, സിവിലിയൻസിനെ ഒന്നും ഉപദ്രവിക്കാതെ ശത്രുക്കളെ മാത്രം, അതായത് ഇങ്ങനെ വിധ്വംസക പ്രവർത്തനം നടത്തുന്ന അവരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രഗത്ഭരായ നമ്മുടെ സൈന്യം അവർ നിലംപരിശാക്കി. അതിൽ നമുക്ക് അഭിമാനിക്കാം, അവരെ അഭിനന്ദിക്കാം. അതോടൊപ്പം തന്നെ ഇനിയും നമ്മളവിടെ സൂക്ഷിച്ചു നിൽക്കേണ്ടതുണ്ട്. ചവിട്ടിവിട്ട പാമ്പാണ്, യാതൊരു ബോധമില്ലാത്തവരാണ്. ഇനിയും പലതിനും വന്നേക്കാം. പക്ഷെ നമ്മളെല്ലാം സൂക്ഷിച്ചു നിന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ അഖണ്ഡതയെ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യ നമ്മുടേതാണെന്നും പാകിസ്ഥാൻ ഇത്രയും കൊല്ലമായിട്ട് നിരന്തരം നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയും മാത്രമല്ല ടൂറിസ്റ്റുകളായിട്ടുന്ന 10-26 നിരപരാധികളെ നെറ്റിലെ ഭക്തം തൂറ്റിക്കളഞ്ഞിട്ട് സിന്ദൂരം തൂത്തിക്കളഞ്ഞിട്ട് പേര് ചോദിച്ചിട്ട് വെടിവെച്ചുകൊണ്ടുന്ന നിഷ്ഠുരമായ വർഗീയപരമായ അക്രൂരത ലോകത്ത് ഇതുവരെ നടക്കാത്ത ഒരു സംഭവം. ഇതിന് തിരിച്ചടി ഇനിയും ശക്തമായി കൊടുക്കേണ്ടി വന്നാൽ ശക്തമായി കൊടുക്കുവാനുള്ള എല്ലാ പിന്തുണയും ഇന്ത്യ ഗവൺമെന്റിന്, ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നാകെ പിൻബലം കൊടുക്കണമെന്നതോടൊപ്പം സൈന്യത്തിന് ആത്മവീര്യത്തോടുകൂടി തന്റെ ഇടത്തോടുകൂടി ഇനിയും അവർക്ക് ഒരെങ്കിലും എന്ത് നടപടി സ്വീകരിക്കണമെന്നത് ഇന്ന് സൈന്യത്തിന് അധികാരം ഇന്ന് ഗവൺമെന്റ് കൊടുത്തിരിക്കുകയാണ്. സൈന്യം എടുക്കുന്ന എല്ലാ നിലപാടുകളും അവരാലോചിച്ചും വളരെ ബുദ്ധിപരമായും തന്ത്രപരമായിട്ടാണ് അവർ ഓരോ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായി വിജയിക്കാനും അതിനുള്ള ആത്മബലവും ധൈര്യവും തന്റെ ഇടവും പിൻബലവും നമുക്കെല്ലാവർക്കും കൊടുക്കണമെന്ന ഒരു അപേക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.